യുഎഇയിലേക്ക് പോവുകയാണ്. യുഎഇയും റമദാനെ വരവേൽക്കുകയാണ്. രാജ്യത്തെ പള്ളികളിൽ രാത്രി തറവഹി നമസ്കാരമൊക്കെ നടന്നിട്ടുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ MC നാസർ പങ്കുവയ്ക്കും. നാസർ, റമദാൻ വിശേഷങ്ങൾ തന്നെയാണ് ഏറ്റവും ആദ്യം എടുത്തു പറയാനുള്ളത്. ഏതൊക്കെ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് അവിടെ ഒരുക്കുന്നത്? ദിവ്യ, കലുഷിതമായിട്ടുള്ളൊരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം മേഖലയിൽ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ റമദാൻ വിരുന്നെത്തുന്നത്. എന്തായാലും വലിയ ആത്മീയ ഉത്കർഷത്തോടു കൂടി തന്നെയാണ് എല്ലാ പള്ളികളിലും ഇന്ന് രാത്രി തറാവീഹ് നമസ്കാരം നടന്നു. ഏതാണ്ട് പൂർണ്ണമായി തന്നെ റമദാനിലേക്ക് മാറുന്ന ഒരു സാഹചര്യം UAE-യിലുടനീളം രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാൻ സാധിക്കും, ഇന്നലൊക്കെ വളരെ പ്രതികൂലമായിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു. വലിയ തോതിലുള്ള പേമാരിയും മറ്റും രൂപപ്പെടുത്തിയിരിക്കുന്ന പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതൊക്കെ മറികടന്നു കൊണ്ട് ഇന്നത്തെ പകൽ നേരത്തെ തെളിഞ്ഞ കാലാവസ്ഥ അനുകൂലമായിട്ടുള്ള റമദാനെ വരവേൽക്കാൻ എല്ലാ അർത്ഥത്തിലും അനുകൂലമായിട്ടുള്ള സാഹചര്യം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അനുബന്ധമായി നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ നൂറുകണക്കിന് തടവുകാരെയാണ് വിവിധ എമിറേറ്റുകളിൽ നിന്ന് മോചിപ്പിച്ചത്. റമദാന്റെ മുന്നോടിയായി കൊണ്ടുള്ള ഒരു പതിവ് പ്രഖ്യാപനങ്ങളുടെ ഭാഗമായി UAE പ്രസിഡന്റ് മുതൽ അതാത് എമിറേറ്റുകളിലെ ഭരണാധികാരികൾ വരെ ഈ പ്രഖ്യാപനങ്ങളിൽ പങ്കുചേരുകയുണ്ടായി. അങ്ങനെ ആയിരക്കണക്കിന് തടവുകാർക്കാണ് മോചനം ലഭ്യമായിരിക്കുന്നത്. ഇപ്പോൾ ദുബൈയെ സംബന്ധിച്ചിടത്തോളം പാർക്കിംഗ് സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളും നേരത്തെ തന്നെ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ പാർക്കിങ്ങിന്റെ ഫീസ് നൽകണം. തുടർന്ന് 2 മണിക്കൂർ ഇടവേള ഉണ്ടാവും. അത് കഴിഞ്ഞ് 8 മണി മുതൽ രാത്രി 12 മണി വരെ വീണ്ടും പാർക്കിംഗ് ഫീസ് നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഇക്കാര്യം വളരെ മുൻകൂട്ടി തന്നെ അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓഫീസ് സമയങ്ങളിലും മറ്റും ചില ക്രമീകരണങ്ങളും ചില മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായത് സ്വകാര്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം 6 മണിക്കൂറായിരിക്കും ജോലി സമയം എന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടതെന്ന് അധികൃതർ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എമിറേറ്റ്സ് റെഡ് ക്രസന്റ് സൊസൈറ്റി ഉൾപ്പെടെയുള്ളവ നടത്തുന്ന റമദാൻ ടെന്റുകളെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നു. രാജ്യത്തുടനീളം നൂറുകണക്കിന് ടെന്റുകളാണ് ഇപ്പോൾ സജ്ജമായിരിക്കുന്നത്. ഇഫ്താർ വിരുന്നൊരുക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തീകരിച്ചതായിട്ടും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എമിറേറ്റ്സ് റെഡ് ക്രസന്റ് സൊസൈറ്റി ഇതാദ്യമായിട്ട് അബുദാബിയിലും അജ്മാനിലും വനിതകൾക്ക് മാത്രമായുള്ള റമദാൻ ടെന്റ് കൂടി ഒരുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും ഇന്ന് വന്നിട്ടുണ്ട്. കാരണം ഈ UAE-യിൽ മാത്രമല്ല, ഏതാണ്ട് 44 രാജ്യങ്ങളിലേക്ക് റമദാന്റെ ഭാഗമായിട്ടുള്ള സഹായ പദ്ധതികളും എമിറേറ്റ്സ് റെഡ് ക്രസന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഏതാണ്ട് ഒരു 68 മില്യൺ ദിർഹത്തിന്റെ ചെലവായിരിക്കും കണക്കാക്കുക എന്നുകൂടി അധികൃതർ വിശദീകരിക്കുന്നു. ഇതുമായി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ദുബൈയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത, അൽ ഖവാനീജിലും അതോടൊപ്പം തന്നെ മുഷ്രിഫിലും ഈ 2 ഇടങ്ങളിൽ സൈക്ലിംഗ് ട്രാക്കുകൾ കൂടുതൽ വിപുലീകരിച്ച ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അത് ഏതാണ്ട് 7 കിലോമീറ്റർ ദൂരം കൂടിയാണ് സൈക്ലിംഗ് ട്രാക്ക് ദീർഘിപ്പിച്ചിരിക്കുന്നത്. ഒരു സൈക്ലിംഗ് സൗഹൃദ നഗരമാക്കി ദുബൈയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി എന്നുകൂടി അധികൃതർ വിശദീകരിച്ചിട്ടുണ്ട്. ദിവ്യ. യെസ്, അതുപോലെ നാസർ, ഇവിടെ നാളെ റമദാൻ ആരംഭിക്കുമ്പോൾ, ഗൾഫ് രാജ്യങ്ങളിൽ റമദാൻ നാളെ മുതൽ ആരംഭിക്കുമ്പോൾ ഗസ സംഘർഷം അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു. അതായത് വെടിനിർത്തലൊക്കെ നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊരാശങ്കയായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലേ? ദിവ്യ, തീർച്ചയായിട്ടും. കാരണം എല്ലാവരും പ്രതീക്ഷിച്ചത് എന്തായാലും ഈ നോമ്പിന് മുമ്പ് തന്നെ ഒരു വെടിനിർത്തൽ കരാർ, ഏറ്റവും ചുരുങ്ങിയത് 6 മാസത്തേക്കുള്ളൊരു കരാർ വരും എന്നായിരുന്നു. ആ പ്രതീക്ഷയുമായി ബന്ധപ്പെട്ട് പാരീസിലും അതോടൊപ്പം തന്നെ ഖത്തറിലും ഈജിപ്തിലെ കൈറോയിലും ഒക്കെ കേന്ദ്രീകരിച്ച് ചർച്ചകൾ മുന്നോട്ട് പോയി. പക്ഷേ ആ ചർച്ചകളൊക്കെയും ഇസ്രായേലിൻ്റെ ഒരു കടുംപിടുത്തം കാരണം അട്ടിമറിക്കപ്പെടുകയായിരുന്നു. കാരണം കൈറോയിലൊക്കെ സംഘത്തെ അയക്കാൻ പോലും ഇസ്രായേൽ സന്നദ്ധമായില്ല. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്വം ഹമാസിലേക്ക് കെട്ടിയേൽപ്പിക്കാനാണ് നെതന്യാഹുവും അതോടൊപ്പം തന്നെ സൈനിക ഭരണകൂടവും പ്രധാനമായിട്ടും ശ്രമിച്ചത്. പക്ഷേ ഇന്ന് അല്പം മുമ്പും ഹമാസിൻ്റെതായിട്ടുള്ള പ്രതികരണം വന്നിട്ടുണ്ട്. തങ്ങൾ പൂർണ്ണമായിട്ടും ഇത്തരമൊരു കരാർ നിലവിൽ വരുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിരുന്നു. ഖത്തറും അതോടൊപ്പം തന്നെ ഈജിപ്തുമായിട്ട് വലിയ തോതിൽ തന്നെ ചർച്ചകൾ മുന്നോട്ട് പോയതാണ്. പക്ഷേ അവസാന നിമിഷത്തിൽ ഈ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു താല്പര്യവുമില്ലാത്തൊരു സമീപനമാണ് ഇസ്രായേൽ സ്വീകരിച്ചത്. മാത്രമല്ല, ഏതു വിധത്തിലും ഈ വംശഹത്യ പൂർണ്ണാർത്ഥത്തിലേക്ക് കൊണ്ടുപോവുകയെന്ന ആസൂത്രിതമായിട്ടുള്ള ലക്ഷ്യം ഇസ്രായേലിനുണ്ടോ എന്ന്
സംശയിക്കേണ്ട വിധത്തിലായിരുന്നു അവരുടെ നീക്കങ്ങൾ. പക്ഷേ ഇത്തരം ഒരു ഘട്ടത്തിൽ ചെറുത്തുനിൽപ്പല്ലാതെ തങ്ങളെ മുമ്പിൽ മറ്റൊരു മാർഗമില്ല. അതുകൊണ്ട് ആ ചെറുത്തുനിൽപ്പ് അതിശക്തമായിട്ട് തന്നെ തുടരും. ഏതർത്ഥത്തിലും എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഈ പ്രതിരോധം അവസാനിപ്പിക്കുക എന്നത് തങ്ങളുടെ അജണ്ടയിൽ ഇല്ല എന്നുകൂടി ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയ അല്പം മുമ്പ് പ്രതികരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റമദാൻ തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെയാണ് മസ്ജിദുൽ അക്സയിലെ സംഘർഷത്തിന് കൂടുതൽ വ്യാപ്തി വരുമെന്നൊരു ആശങ്ക കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം ഇന്ന് രാത്രി നമസ്കാരത്തിന് അവിടേക്ക് 40 ഗൾഫ് രാജ്യങ്ങളിൽ റമദാൻ ആരംഭിക്കുന്ന വേളയിൽ ഗസ സംഘർഷം പരിഹാരമില്ലാതെ തുടരുന്നു എന്ന് തന്നെയാണ് വലിയൊരു ആശങ്കയായി നിലനിൽക്കുന്ന ഒരു കാര്യം. എന്തായാലും നാളെ ഒമാൻ ഒഴികെയുള്ള രാജ്യങ്ങൾ റമദാനെ സ്വീകരിക്കുകയാണ്. അതിനായുള്ള ഒരുക്കങ്ങളും വളരെ തകൃതിയായി തന്നെ ഓരോ രാജ്യങ്ങളിലും നടന്നു വരുന്നു എന്നതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. റമദാൻ